അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവകം വിറ്റാമിൻ B12. റൈബോഫ്ലാവിൻ ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ B2. ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ എ. ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി. ശരീരത്തിൽ വിറ്റാമിൻ കെയുടെ ആഗിരണം നടക്കുന്നത് എവിടെയാണ്? വൻകുടലിൽ വെച്ച്. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ജീവകം വിറ്റാമിൻ കെ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ റൈബോഫ്ലാവിൻ. പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം വിറ്റാമിൻ സി. മത്സ്യ എണ്ണകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ജീവകം വിറ്റാമിൻ എ. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ജീവകം വിറ്റാമിൻ ഇ. ആൻറ്റി സീറോഫ്താൽമിക് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ എ. ആൻറ്റി സ്ട്രെസ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B5. രക്തകോശങ്ങളുടെ രൂപവൽക്കരണത്തിന് ആവശ്യമായ ജീവകം B9. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വിറ്റാമിൻ കെ. ഏത് വിറ്റാമിനാണ് പാൻറ്റോഥനിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? B5. ഫൈറ്റോമെനാഡിയോൺ എന്ന രാസനാമത്തിലും അറിയപ്പെടുന്ന ജീവകം വിറ്റാമിൻ കെ. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ സി. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഇ. മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വിറ്റാമിനുകൾ 13. അക്വാസോൾ എ എന്ന വ്യാപാരനാമത്തിൽ ലഭിക്കുന്നത് ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ എ. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ ഇ. എർഗോ കാൽസിഫെറോളും ക്ലോറോ കാൽസിഫെറോളും ഏത് വിറ്റാമിൻ്റെ വകഭേദങ്ങളാണ്? ജീവകം ഡി. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം വിറ്റാമിൻ B7. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോമലേസിയ എന്ന രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് കോൾകാൽസിഫെറോൾ? വിറ്റാമിൻ ഡി. കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? ജീവകം ഡി. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടീൻ എവിടെ വച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? കരളിൽ വെച്ച്. കരോട്ടിനുകളിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. സംരക്ഷണാഹാരം എന്നറിയപ്പെടുന്നത് വിറ്റാമിനുകളും ധാതുക്കളും. കൊഴുപ്പ് ദഹിച്ചാൽ എന്തുണ്ടാകുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. പ്രോട്ടീനുകൾ ദഹിച്ചാൽ എന്തുണ്ടാകുന്നു? അമിനോ ആസിഡ്. രോഗപ്രതിരോധത്തിനാവശ്യമായ ജീവകം സി. വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി. ഗർഭകാലയളവിൽ സപ്ലിമെൻ്റായി നൽകുന്ന വിറ്റാമിൻ ഏതാണ്? B9. മദ്യപാനികളിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കാണപ്പെടുന്നത്? B1. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസീൻ. പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം വിറ്റാമിൻ സി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരൾ. മുറിവിലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കണാരോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. ഓസ്റ്റിയോപൊറോസിസിനു കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ B9 അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റാമിൻ B3 അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര. കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ.
കാതറിൻ സ്കോട്ട് ബിഷപ്പ്, ഹെർബർട്ട് എം ഇവാൻസ് എന്നിവർ കണ്ടെത്തിയ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ. ജനന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. ജീവകം B5 കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം മൈക്രോസൈറ്റിക് അനീമിയ. പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജീവകം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ഏത്? ജീവകം ഡി. മനുഷ്യൻ്റെ വൻകുടലിൽ അധിവസിച്ച് വിറ്റാമിൻ ബി നിർമ്മാണത്തിന് സഹായിക്കുന്ന ഈ കോളി എന്ന സൂക്ഷ്മജീവി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബാക്ടീരിയ. ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബി. ഏത് വിറ്റാമിനാണ് 1929 ഡാനിഷ് ശാസ്ത്രജ്ഞനായ ഹെൻറിക് ഡാം കണ്ടുപിടിച്ചത്? വിറ്റാമിൻ കെ. സ്കർവി എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ സി. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ജീവകം സി. പാചകത്തിന് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ നശിക്കുന്ന വിറ്റാമിൻ ജീവകം സി. മാലക്കണ്ണ് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം എ. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ജീവകം സി. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ. ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം റൈബോഫ്ലാവിൻ. ഏത് വിറ്റാമിനാണ് വിറ്റാമിൻ എച്ച്, കോ എൻസൈം ആർ എന്നിങ്ങനെയും അറിയപ്പെടുന്നത്? വിറ്റാമിൻ B7. വായ്പുണ്ണിന് കാരണമാവുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? ജീവകം ബി. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ജീവകം ഡി. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം സി. വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് എവിടെ? ത്വക്കിൽ. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ജീവകം ഇ. ജീവകം എച്ചിൻ്റെ രാസനാമം ബയോട്ടിൻ. അന്നപഥത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ. മിക്ക ജീവകങ്ങളും വളരെ സമാനമായ ഏതാനും തന്മാത്രകളുടെ കൂട്ടമായി കാണപ്പെടുന്നു. ഇവയ്ക്ക് പറയുന്ന പേര് വൈറ്റമേഴ്സ്. അസ്ഥിയിലെ സൈനോവിയൽ ദ്രവത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം ഏത്? വിറ്റാമിൻ ഇ. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ സി. 1 ഗ്രാം മാംസ്യത്തിൽ നിന്ന് ലഭിക്കുന്നത് എത്ര കലോറി ഊർജമാണ്? 4.1. 1 ഗ്രാം കൊഴുപ്പിൽ നിന്ന് ലഭിക്കുന്നത് എത്ര കലോറി ഊർജമാണ്? 9.3. വിറ്റാമിൻ B1 ശാസ്ത്രനാമം തയമിൻ. കാസിമർ ഫംഗ് ജീവക കോംപ്ലക്സിനെ വേർതിരിച്ചെടുക്കും മുമ്പ് 1910 ആദ്യമായി ജീവക കോംപ്ലക്സിനെ വേർതിരിച്ചെടുത്ത ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഉമറ്ററോ സുസുക്കി. സസ്യബുക്കുകൾക്ക് ഏറ്റവും സമ്പന്നമായ മാംസ്യസ്രോതസ് സോയാബീൻ. ജീവകങ്ങൾ അധികമായാൽ ശരീരത്തിന് സംഭവിക്കുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഹൈപ്പർ വിറ്റോമിനോസിസ്. ജീവകം കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. ബെറിബെറി രോഗത്തിന് കാരണം വിറ്റാമിൻ ബിയുടെ അഭാവമാണ് എന്ന് കണ്ടുപിടിച്ചത് കാസിമർ ഫംഗ്. അമിത മദ്യപാന ശീലമുള്ളവരിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കണ്ടുവരുന്നത്? തയമിൻ. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് കോർസക്കോഫ് സിൻഡ്രോം ഉണ്ടാകുന്നത്? തയമിൻ. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പെരിഫറൽ ന്യൂറോപ്പതിക്ക് കാരണമാകുന്നത്? തയമിൻ. ഏത് അമിനോ ആസിഡിൽ നിന്നാണ് നിയാസിൻ നിർമ്മിക്കുന്നത്? ട്രിപ്റ്റോഫാൻ. ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു പച്ചിലക്കറികൾ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ADEK. ഫോളേറ്റ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? ജീവകം B9. പാരസ്റ്റീസിയ എന്ന അവസ്ഥ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കുറയുമ്പോഴാണ്? വിറ്റാമിൻ B5. ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്ന പരൽഘടനയുള്ള വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി.
ലയത്വമനുസരിച്ച് വിറ്റാമിനുകളെ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 2. എർഗോസ്റ്റിറോൾ എന്ന കൊഴുപ്പ് ഏത് ജീവകമായി ആണ് മാറുന്നത്? ജീവകം ഡി. വിറ്റാമിൻ B12 ശാസ്ത്രനാമം സയനോകൊബാലമിൻ. വിറ്റാമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ? ഫോളിക് ആസിഡ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന വിറ്റാമിൻ എ. കാർബോഹൈഡ്രേറ്റിനെ ഏത് രൂപത്തിലാണ് കരളിൽ ശേഖരിക്കുന്നത്? ഗ്ലൈക്കോജൻ. ജീവകം സിയുടെ ആഗിരണത്തിന് ആവശ്യമായ ഉപജീവകം ജീവകം പി. ഒരു നിരോക്സീകാരി കൂടിയായ ജീവകം വിറ്റാമിൻ ഇ.